ഗൈസ് കുഞ്ഞിന് ഇത്ര ഹാപ്പി ആയിട്ട് എവിടേക്കാണ് റെഡി ആവുന്നതെന്ന് അറിയോ? നല്ല തക്കാളി ചമ്മന്തിയും കൂട്ടി ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടത്. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് വരുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ ഉത്സവം കണ്ടു. എന്നാൽ പിന്നെ രാത്രി ഇവിടെ പോയി ആ അമ്പലത്തിൽ ഉത്സവം ഒന്നും കണ്ടേക്കാന്ന് വിചാരിച്ച് ഞാനും കുഞ്ഞിനും ഹസ്ബൻഡും കൂടെ അവിടേക്ക് യാത്രയായി. പോയ ഉടനെ ഒരു ആന നമ്മുടെ മുന്നിലേക്ക്, അയ്യോ കണ്ടാൽ ഒറിജിനൽ പോലെ തോന്നുമെങ്കിലും ഇതൊരു പ്ലാസ്റ്റിക് ആനയാണ് ട്ടോ ഗൈസ്, ഒരു ഹാൻഡ് മെയ്ഡ് പ്ലാസ്റ്റിക് ആന. എന്നാലും ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് എത്ര ക്രിയേറ്റീവ് ആണെന്ന് ആലോചിച്ച് നോക്കുക. കണ്ടാൽ എക്സാക്ട് ആനക്കുട്ടിനെ പോലെ തന്നെ റിയലിസ്റ്റിക് ഫീൽ കിട്ടുന്ന പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ആക്ച്വലി എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. കാര്യം പ്ലാസ്റ്റിക് ആനയാണെങ്കിലും കണ്ടാൽ റിയലിസ്റ്റിക് പോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ ഇങ്ങനെയുള്ള ആനകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡന്റ്സിനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഹസ്ബൻഡിന് ഫീൽ ചെയ്തു കേട്ടോ. കുഞ്ഞിന് ആക്ച്വലി നല്ലോണം പേടിച്ചു. അവൻ അതിന്റെ അടുത്തേക്ക് പോയില്ല. എന്തിനാ ഇരുമ്പുമാടിനെ പോലെ വളർന്നിരിക്കുന്ന എനിക്കേ ഭയങ്കര പേടിയാണ്. പിന്നെ 3.5 വയസ്സുള്ള കുട്ടിനെ പറയണോ. പിന്നെ കുറച്ചു നേരം ആനക്കുട്ടിയുടെ അടുത്ത് പ്രഹസനങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പം തന്നെ തൊട്ടടുത്ത് ഡ്രംസ് ഒക്കെ കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ പോയി കുറച്ചു നേരം അത് കണ്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ കുഞ്ഞിന് ഒരേ ഡാൻസ് ആയിരുന്നു കേട്ടോ ഗൈസ് അവരുടെ കൂടെ. Me and my husband always make sure that കുഞ്ഞൻ ഇതുപോലത്തെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഉത്സവങ്ങളൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യും, ഇതുപോലെ എൻജോയ് ചെയ്യണം എന്നൊക്കെ. കാരണം കോയമ്പത്തൂർ നമ്മൾ ഷോപ്പ് പോയിട്ടാ വീട്, അങ്ങനെയുള്ള കാഴ്ച കുഞ്ഞിന് കാര്യമായിട്ട് കളിക്കാനോ അങ്ങനെ വലിയ സ്ഥലങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. സോ നമ്മൾ ഇതുപോലുള്ള ഉത്സവങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കുഞ്ഞിനെ അവിടെ കൊണ്ടുപോകാൻ നോക്കാറുണ്ട്. ഗൈസ് കേരളത്തിലെ പോലെ തന്നെ ഇവിടെയും ഉത്സവങ്ങളൊക്കെ ഒരു കോമ്പറ്റീഷൻ പോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അമ്പലപരിപാടികളും കൊട്ടും മേളവും ആനക്കുട്ടിയും എല്ലാം കണ്ട് മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഗൈസ് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബൈ ഗൈസ്.